ഇന്ന് ചെയ്യാൻ പോകുന്നത് ബീഫ് കറിയാണ്. ബീഫ് ഗ്രേവി വയ്ക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നന്നായി ഇളക്കിയിട്ട് വേവിക്കാൻ വെക്കാം. അത് ഒരു 4 വിസിലൊക്കെ വിടാം. അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കറിവേപ്പില ഇട്ട് ചെറിയുള്ളി ചതച്ചത് ചേർക്കാം. ചെറിയുള്ളി ചതച്ചതും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റാം. അതെല്ലാം ചേർത്തിട്ട് കുറച്ച് നേരം നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം വഴറ്റാം. വഴറ്റിയ ശേഷം മല്ലിപ്പൊടി 3 സ്പൂണ്, മുളക് പൊടി 3 സ്പൂണ്, ബീഫ് മസാല 4 സ്പൂണ്, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് നേരം വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി പോലെ കുറച്ച് നേരം കൂടി വഴറ്റി അത് തിളപ്പിച്ച് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ തിളച്ച് കുറച്ച് നേരം സെറ്റായ ശേഷം അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി തിളപ്പിക്കണം. നമ്മുടെ ആവശ്യത്തിന് ഗ്രേവി പാകമായാൽ നമ്മൾക്ക് കറി റെഡി ആയിട്ടുണ്ട്. മല്ലിത്തല ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. എല്ലാവരും ട്രൈ ചെയ്യണേ. എങ്ങനെയുണ്ടെന്നുള്ളത് അറിയിക്കണം. ഇതാണ് എൻ്റെ സ്റ്റൈൽ ബീഫ് കറി.